ഹായ്, എൻ്റെ പേര് അമ്മു സുരേഷ്. ഇക്കഴിഞ്ഞ നീറ്റ് 2024 എൻ്റെ സ്കോർ 700 ആയിരുന്നു. ഇതിൽ ഒബ്വിയസ്ലി ബ്രില്യൻ്റ് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ബ്രില്യൻ്റ് മോഡൽ എക്സാംസ് ഒരുപാടധികം യൂസ്ഫുൾ ആയിരുന്നു. ഓരോ വീക്ക്ലി എക്സാംസിനും ഞങ്ങൾക്ക് തരുന്ന മോട്ടിവേഷൻ, ഇപ്പോൾ ജോർജ് സാർ ആയാലും അതേപോലെ സ്റ്റീഫൻ സാർ ആയാലും ഒരുപാട് മോട്ടിവേഷൻ തരുന്നുണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് പേൾ ഹോസ്റ്റലിലായിരുന്നു. ഞങ്ങളുടെ വാർഡൻസ് മിനി മിസ്, ഹരിഷ്മ മിസ്, മരൺ മിസ് ഒക്കെ ആയിരുന്നു. എൻ്റെ ഫ്ലോർ ഇൻചാർജ് അശ്വതി മിസ് ആയിരുന്നു. ഇവിടുത്തെ ക്ലാസ്സസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് എഫക്റ്റീവ് ആയിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഏത് സമയത്ത് എന്ത് ഡൗട്ട് വന്നാലും നന്നായിട്ട് ക്ലിയർ ചെയ്ത് തരുന്ന പ്രൊഫസേഴ്സ് ആയിരുന്നു. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ ചെന്ന് ചോദിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസിനെ എടുത്തു പറയണം. ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആയിരുന്നു. വർക്ക് ബുക്ക്, എവറിത്തിങ് വാസ് അപ് ടു ദ മാർക്ക്. എൻ്റെ ബാച്ച് R26 ബാച്ച് ആയിരുന്നു. ആൻഡ് എൻ്റെ ക്ലാസ് ടീച്ചർ അജിത് രാമചന്ദ്രൻ സാർ ആയിരുന്നു. ഞങ്ങളുടെ കോർഡിനേറ്റർ ജോസഫ് സാർ ആയിരുന്നു. എപ്പോഴും ഞങ്ങൾക്ക് വീക്ക്ലി എക്സാംസിന് മാർക്ക് എങ്ങാനും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറും ജോസഫ് സാർ ആയാലും തന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണം, ഇതൊന്നും കാര്യമാക്കണ്ട, കുഴപ്പമില്ല എന്നും പറഞ്ഞ് മോഡൽ എക്സാംസിന് മാർക്കൊക്കെ കുറയുമ്പോൾ ഒരുപാട് മോട്ടിവേഷൻ തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്ത ഒരു ആപ്പായിരുന്നു ലേണിംഗ് ആപ്പ് ബ്രില്യൻറ്റിൻ്റെ. അതിൻ്റെ അകത്ത് എന്തെങ്കിലും വീഡിയോ ലെക്ചേഴ്സോ ഏതെങ്കിലും പോയിന്റ്സോ മിസ്സായിട്ടുണ്ടെങ്കിൽ വീണ്ടും കാണാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അതേപോലെ അതിൻ്റെ അകത്ത് മോക്ക് എക്സാംസ് ഉണ്ടായിരുന്നു. റിസൾട്ട് അനാലിസിസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഇനി വരാനുള്ള ഫ്യൂച്ചർ ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് NCERT ഫോക്കസ് ചെയ്യണം. ബയോളജി ആണെങ്കിൽ തന്നെ നന്നായിട്ട് എല്ലാ വാക്കുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ഫിസിക്സിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം. കെമിസ്ട്രിക്കായാലും ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ മാക്സിമം ശ്രമിക്കുക. അതേപോലെ ഇപ്പം നിങ്ങൾക്ക് ബ്രില്യൻ്റ് മോഡൽ എക്സാംസിനോ അല്ലെങ്കിൽ വീക്ക്ലി എക്സാംസിനോ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് ഒരിക്കലും വിഷമിക്കാൻ നിൽക്കരുത്. ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. ഇപ്പോൾ 10-15 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ തന്നെ എന്തായിരുന്നു മിസ്റ്റേക്ക്, അത് എന്തുകൊണ്ട് തെറ്റി എന്ന് നിങ്ങൾ മാക്സിമം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അത് അന്നന്ന് തന്നെ തിരുത്തി ഒരു മിസ്റ്റേക്ക് ബുക്കോ അങ്ങനെ വല്ലത്തിൽ എഴുതി വെക്കണം. പിന്നെ ലേണിംഗ് ആപ്പിലായാൽ പോലും ഇൻ കേസ് എന്തെങ്കിലും ലെക്ചറോ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾ വീണ്ടും ഒരിക്കലും ബാക്ക്ലോഗ്സ് ഉണ്ടാക്കരുത്. എപ്പോഴും കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഡെയിലി ടോപ്പിക്സ് ഒക്കെ അന്നന്ന് തന്നെ പഠിക്കണം. വീക്ക്ലി എക്സാംസിന് വേണ്ടി നന്നായിട്ട് ട്രൈ ചെയ്യണം. അപ്പം നിങ്ങളെല്ലാവരും ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊഫസേഴ്സും എല്ലാം കവറപ്പ് ചെയ്ത് അവരെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ബ്രില്യൻറ്റിനെ എപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുക. എല്ലാ എക്സാംസും ഒരെണ്ണം പോലും മിസ്സാക്കാതെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. Brilliant is always with you, and all the best for all the future aspirants. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.